അപ്പോൾ അതെ നമ്മൾ ഇന്നത്തെ പരിപാടി നോക്കിയാലോ. അപ്പോൾ ഇന്നോവയും സീക്കൊക്കെ ഓൾറെഡി നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഫ്രോൺസ് ഇതാ കേട്ടോ. ഫ്രോൺസ് നമുക്ക് നെക്സ്റ്റ് പരിപാടി അതിൻ്റെ പോളിഷും കാര്യങ്ങളും. അതുപോലെ തന്നെ നമ്മൾ ഇന്നോവ ഉണ്ടോ, ഇന്നോവ നമുക്ക് കളർ ചേഞ്ചിലുള്ള വണ്ടിയാണ് കേട്ടോ. ഇതിൽ കുറച്ചധികം മാറ്റങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. കാരണം നമുക്ക് ഹെഡ് ലാമ്പ് മാറ്റും, അതേപോലെ തന്നെ ഗ്രില്ല് മാറാനുണ്ട്, അതേപോലെ ബമ്പർ കാര്യങ്ങളൊക്കെ മാറാനുണ്ട്. എന്തായാലും ഇത് നമുക്കൊരു 1.5 മാസം കഴിയും ഈ വണ്ടിൻ്റെ വർക്ക് ഫിനിഷ് ആവും. അതുപോലെ തന്നെ ഈ ഒരു താറ് നമുക്ക് DVR ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡും അതേപോലെ തന്നെ ട്രാക്കിങ്ങും ചെയ്യാൻ പറ്റുന്ന DVR ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൽ ആംബിൻ്റെ സബിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞു. ഇനി നേരെ നമുക്കിത് പോളിഷാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, സെറാമിക്കും കാര്യങ്ങളും വണ്ടി ചെയ്യാണ്ട്. അതേപോലെ ക്രിസ്റ്റതായിരുന്നു നമുക്ക് ഡെലിവറി ഉള്ള ദിവസമാണ് കേട്ടോ. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് കുറച്ച് നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോണ DVR കേട്ടോ. ഷാർപ്പിൻ്റെ ആണ്. അപ്പോൾ ഫ്രണ്ടിൽ ക്യാമറ ഏകദേശം ഒരു സെൻട്രൽ പോർഷനായിട്ട് വരും, ഒരു പോർഷനായിട്ട് വരും ഉണ്ടോ. അതുപോലെ നമുക്ക് ഈ വണ്ടി ഫ്രണ്ട് ഗ്ലാസും കൂളിങ് ചെയ്യാനുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് റീപ്ലേസ്മെൻറ്റ് വാണ്ടിയാണ്, സിം യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കുഞ്ഞൻ റിസീവർ കേട്ടോ. ഇതിലാണ് ഇതിൽ ഡിസ്പ്ലേ ഉണ്ട്, ചെറിയ ഡിസ്പ്ലേയും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് ഫോണിൽ എവിടെ പോയാലും ലൈവായിട്ട് നമുക്ക് എല്ലാ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ താറ് ഇതാണ്ടോ, താറ് സൈഡ് കൂളിംഗ് ഇട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഫ്രണ്ടും ചെയ്യാനുണ്ട്, ഈ താറിന് ഫ്രണ്ട് കൂളിങ്ങും ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ DVR ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഷാർപ്പ് കണ്ടോ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ട്രാക്കിംഗ് കൂടി ഉള്ളതാണ് കേട്ടോ. ട്രാക്കിംഗ് ഉള്ളതാണ്. നമുക്ക് പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് വിഷ്വൽസൊക്കെ കാണാൻ പറ്റും എവിടെയാണെങ്കിലും. ആ ഒരു സിസ്റ്റമാണ് ഇത്. കണ്ടോ, ഷാർപ്പിൻ്റെ ആണ് കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഷാർപ്പ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവരാണ് നമ്മുടെ ക്രിസ്റ്റൻ്റെ ആളുകൾ കേട്ടോ. അപ്പോൾ അവർ വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഫാമിലിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതാ നമ്മളെ ക്രിസ്റ്റൻ്റെ ഡെലിവറിയാണ്. ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. റനീസ് എങ്ങനെ എടുക്കണേ? ഓക്കെ, അവിടെ ചെരുപ്പ് പറ്റിക്കാം. ഓ ഓ ഇജ്ജ് പറഞ്ഞാൽ മതി, ഞാൻ പറയില്ല. അവർക്ക് പിടിക്കാൻ പറഞ്ഞെടുത്തു ആ അപ്പോൾ നമ്മളെ റിവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. ഈ വണ്ടി നമ്മൾ ചെയ്ത മാറ്റം എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മളിത് ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡും സെറാമിക് സംഭവങ്ങളാണ് കേട്ടോ. കോട്ടിങ്ങും കാര്യങ്ങളും. ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു ഞാൻ റോസ്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഫോർച്യൂണർ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന വണ്ടിയല്ല. അതിൻ്റെ വീഡിയോ എഴുതിയില്ല കേട്ടോ. പിന്നെ ഫ്രോൺസ് ഉണ്ട്, അപ്പുറത്തെ ഇന്നോവ ഉണ്ട്.
താറിൽ ഇതാ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റിക്കർ കൊടുക്കാൻ മറക്കണ്ടേ. ബോഡി ഇപ്പോൾ ബൊലേനോ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ബോണറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റൂഫ് ചെയ്തോ? ഓക്കെ, അപ്പോൾ റിയറിൽ നോക്കുമ്പോൾ ഇതാണ് നമ്മളെ റിയർ റെക്കോർഡിങ് ക്യാമറ കേട്ടോ. ഓക്കെ, അതുപോലെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ക്യാമറ ഫ്രണ്ടിലാക്കി മാപ്പൊക്കെ നിർത്തുന്നത്. അപ്പോൾ നമുക്ക് ക്വാളിറ്റി നോക്കിയാൽ ഇത് ഫ്രണ്ട് ക്യാമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് നമുക്ക് റിയർ ക്യാമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ക്വാളിറ്റിൻ്റെ കാര്യം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, ഷാർപ്പല്ലേ. ലാൻഡ്സ്കേപ്പിലൊന്ന് കണ്ടാലോ, കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പക്കയാണ് കണ്ടോ. അത് ഫ്രണ്ട് വ്യൂ ആണ്. നമുക്ക് താറിനെ സംബന്ധിച്ച് ആ ഒരു ബോണറ്റ് നമുക്ക് കാണും കേട്ടോ. ഓക്കെ, ഇനി ജസ്റ്റ് GPS ഒന്ന് കാണിച്ചു. അപ്പോൾ ഇതാണ് ട്രാക്കിങ് കണ്ടോ. അപ്പോൾ നമ്മൾ ആ കടേൻ്റെ ഭാഗത്താണ് വണ്ടി ഉള്ളത്, കാരണം വണ്ടി അണങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കടൻ്റെ ഒരു പേരോടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സൂം ചെയ്ത് നോക്കാനൊക്കെ പറ്റും. എവിടെയാണെങ്കിലും അറിയാൻ പറ്റും നമുക്ക്. അതേ സമയത്തിന് അതിൻ്റെ വിഷ്വൽസ് നമുക്ക് ഫോണിൽ കാണാൻ പറ്റും, എവിടെ ഇരുന്ന് നോക്കാൻ പറ്റും. ഇവിടെ നിന്ന് എന്താ ചോറ് വെറുതെ കൊടുക്കണ്ട? അല്ലേ നമ്മളെ ഫോർച്യൂണർ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി കോട്ടിങ് ചെയ്ത വണ്ടിയാണ്, പക്ഷേ കാലപ്പഴക്കം കൊണ്ടൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ കാലഹരണപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അതാണ്. അപ്പോൾ അതേപോലെ തന്നെ അടിയിൽ ക്യാമറ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല കണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കോട്ടിങ്. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അണ്ടർ ബോഡി കോട്ടിങ് ആണ് ഈ വണ്ടിയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള വർക്കും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാ ഇന്ന് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്രോൺസ് ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇന്നോവ, ഒരു ഇന്നോവ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തില്ല കേട്ടോ. ഇന്നോവ നമുക്ക് കോഴിക്കോട് ഭാഗത്ത് വന്ന ഇന്നോവയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ല കേട്ടോ. ഇതൊന്നും നമുക്ക് കുറച്ച് വണ്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അത് പിന്നെ നമ്മളെ ഫോർച്യൂണർ അണ്ടർ ബോഡി കോട്ടിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ ബൈ.